ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഒരു മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളിവിടെ കിളിമീനാണ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും വീട്ടിൽ നല്ല ഹോട്ടൽ സ്റ്റൈൽ, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ ആദ്യം കിളിമീൻ, ഒരു 5 കിളിമീനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്ത് കിട്ടുന്ന സ്ഥലത്തു നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്തല്ല വാങ്ങിയത്, നമ്മൾ തന്നെയാണ് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ കൂടുതലിപ്പോൾ അങ്ങനത്തെ സർവീസും ഫിഷ് സ്റ്റാളുകളിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇനി നമുക്ക് ഈ 5 ഫിഷും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം നമ്മുടെ ഈ തലയും വാലും ഒക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പൊരിക്കാനായിട്ട്. ഇതിപ്പോൾ ഈ റെസിപ്പിയിൽ നമുക്ക് വേറെ ഫിഷും ഈ റെസിപ്പിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം, ഫിഷ് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ കിളിമീൻ എടുത്തു എന്ന് മാത്രം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ഫിഷ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുള്ള് ഇങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. സത്യത്തിൽ മീനൊക്കെ പൊരിക്കുമ്പോൾ തലയും വാലും അധികം അങ്ങോട്ട് വെട്ടിക്കളയാതെ ഇങ്ങനെ ക്ലീൻ ചെയ്യാം. ഇനി നമുക്ക് മീനിൽ വരയിടണം. നമ്മൾ മസാലയൊക്കെ പുരട്ടണതിന് മുന്നേ തന്നെ നമ്മൾ മീനിൽ വരയിടണം. കാര്യം നമ്മൾ മസാല എന്തൊക്കെയാണോ മസാലയിൽ ആഡ് ചെയ്യണം അതൊക്കെ നമുക്ക് മീനിൻ്റെ ആ ഒരു മാംസത്തിൻ്റെ ഉള്ളിലേക്ക് കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ മീനിന് വരയിടണം ഈ ഒരു സ്റ്റൈലിൽ. എന്നാലുള്ള നമ്മൾ ഉള്ളിൽ നിന്ന് മീൻ എത്ര വെന്താലും നമ്മൾ ആ ഒരു മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് മസാല ഇറങ്ങി തന്നെ മീൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെല്ലാ മീനിലും അതേപോലെ നമ്മൾ വരയിട്ടിട്ട് നമ്മളിനി മസാല പുരട്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ 5 കിളിമീനിലും വരയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് മസാല പുരട്ടി വെക്കേണ്ടത്. അപ്പോൾ മസാല പുരട്ടാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇവിടെ ഞാൻ ഇഞ്ചി അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കല്ലിട്ട് തന്നെയാണ് പേസ്റ്റ് ആക്കണേ. അത്ര അരഞ്ഞില്ലെങ്കിലും ഒരുവിധം അരയണ രീതിയിൽ നമ്മൾ അരച്ചെടുക്കണം. വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റായിട്ട്, നല്ല പേസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടും അരച്ചെടുക്കാം. ആദ്യം ഇപ്പം ഞാൻ ഈ കല്ലിൽ ഇഞ്ചിയാണ് ചതച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും കൂടി, എന്തോരം വെളുത്തുള്ളിയാണോ വേണ്ടത് അതെല്ലാം കൂടിയിട്ട് നമുക്ക് ചതച്ചെടുക്കാം. കൂടുതൽ പേസ്റ്റിൽ അല്ലെങ്കിൽ നല്ല കല്ലിൽ നമ്മൾ അടിക്കണം. കൂടുതൽ പേസ്റ്റിൽ കിട്ടുന്നതായിരിക്കും നല്ലത്. കാര്യം എന്നാലാണ് ആ മസാലയ്ക്ക് അത്രയും ഗുണം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മീനിൻ്റെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇരിക്കും. ഓക്കെ, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതല്ലാതെ ഓരോ ചേരുവകളായിട്ട് നമുക്ക് മീനിലേക്ക് മസാലകൾ ചേർക്കാം. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെ ചേർക്കാം. ഇവിടെ ആവശ്യമായിട്ട് നമ്മൾ എന്തോരം അരച്ചോ അത്രയും തന്നെയല്ല, നമ്മൾ എന്തോരം മീൻ എടുത്തോ അത്ര ആവശ്യമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു 1/4 ടീസ്പൂണേ ഇവിടെ ഇടുന്നുള്ളൂ. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യണേ. പിന്നെ ഉപ്പെല്ലാം ആവശ്യത്തിന് മതി. പിന്നെ കുരുമുളക് പൊടി. എനിക്ക് കൂടുതലും കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് കൂടുതൽ എടുത്ത് നിൽക്കണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി എടുത്തത്. ഇനി നമുക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. ക്രിസ്പിനെസ്സിന് ചിലവർ അരിപ്പൊടിയൊക്കെ ചേർക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ കൂടുതലെടുത്തത് ആ ഒരു കളർ കിട്ടാനും, പിന്നെ എത്ര കൂടുതലാണെങ്കിൽ അത്ര എരിവുണ്ടാവില്ല കാശ്മീരി ചില്ലിക്ക്. അതാണ് കാശ്മീരി ചില്ലി എടുത്തത്. ഇനി ഇത്രയും സാധനങ്ങളിട്ട് നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. എല്ലാ മസാല എല്ലാത്തിലേക്കും പറ്റണ ഒരു രീതിയിൽ നന്നായിട്ട് നമുക്ക് ഒഴിച്ചെടുക്കണം. നമ്മൾ എന്തൊക്കെ ഇട്ടെന്നുള്ളത് നമ്മൾ മറക്കരുത്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, കുരുമുളക്, പിന്നെ ലൈമിൻ്റെ നാരങ്ങയുടെ ജ്യൂസ് ഇട്ടു. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ നന്നായിട്ട് എടുക്കണേ. നമ്മുടെ ആ ലൈൻ ഇട്ടതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആയിട്ട് വേണം നമ്മൾ മസാല പുരട്ടി കൊടുക്കാനായിട്ട്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, ഹോട്ടലിലൊക്കെ ഫിഷ് ഫ്രൈ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അതുപോലെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കുക എല്ലാ മീനിലും. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ അല്ലാതെ നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. കാര്യം കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് വേണ്ടാത്തവർക്ക് കാശ്മീരി ചില്ലിയും നമ്മുടെ സാധാരണ ചില്ലി പൗഡർ ഇടാം. അപ്പോൾ നല്ല എരിവ് കിട്ടും, കളറും ഉണ്ടാവും. അപ്പോൾ എനിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതലും ഫിഷ് ഫ്രൈക്കാണെങ്കിലും എല്ലാത്തിനും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ടു. കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കളറിന് വേണ്ടി മാത്രം ഇട്ടിട്ട്. പിന്നെ ക്രിസ്പിനെസ്സിന് വേണ്ടി നമുക്ക് അരിപ്പൊടി ചേർക്കാം.
അരിപ്പൊടി ചേർത്തിട്ട് ഇതിൻ്റെ മസാലയുടെ കൂടെ തന്നെ അരിപ്പൊടി ചേർത്തിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ കുറച്ച് ക്രിസ്പായിട്ടിരിക്കും നമ്മുടെ ഫ്രൈ. എനിക്കിപ്പോൾ ക്രിസ്പ് ആവേണ്ടാത്തത് കൊണ്ട് ഞാനിങ്ങനെ ചെയ്തു, അത്രമാത്രം. അപ്പം നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു 15-20 മിനിറ്റ് ഇതിങ്ങനെ വയ്ക്കാം. 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പാനിലാണോ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് നമ്മൾ ഇഷ്ടമുള്ള ഏത് ഓയിലാണോ ഫ്രൈ ഉണ്ടാക്കണേ ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ 5 ചെറിയ പാൻ ആയതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. നമ്മളൊരു 3 ഫിഷ് വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. എല്ലാം ഒറ്റയടിക്ക് ഇടുന്നില്ല, 3 ഫിഷ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ ഫിഷ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് മുന്നേ തന്നെ ഫിഷ് ഇടുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് ഫ്രഷ് വേപ്പിലയാണ് നമ്മൾ ഇട്ടത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വേപ്പില കേട്ടോ. അപ്പോൾ ചൂടായിട്ടുണ്ട് എണ്ണ. നമുക്കതിലേക്ക് ഓരോ ഫിഷായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഫിഷുകളെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് പിന്നെ അത് ബുദ്ധിമുട്ടാവും. ഡിസ്റ്റൻസ് ഇട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നു. ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് തിളച്ചുകൊണ്ട് ഇത് നന്നായിട്ട് ഉപയോഗിക്കണം. ആ സൈഡ് നമുക്ക് മനസ്സിലാവും. പിടിച്ചോ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഒരു സൈഡ് വെന്തെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ മറിച്ചിടുക. കൂടുതൽ അങ്ങോട്ട് കരിയിച്ചെടുക്കരുത്. നമ്മൾ എപ്പോഴും നമ്മൾ ഒരുവിധം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലോ ഫ്ലെയിമിലിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറിച്ചൊക്കെ ഇട്ട് വേവിക്കുക, അല്ലെങ്കിൽ ആ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ 2 സൈഡും ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അതാണ് ഒരുവിധം ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കാം. അല്ലെങ്കിൽ മസാല പെട്ടെന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന മസാല എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി, നമ്മുടെ റൈസ് ഫ്ലോർ ഇട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ടൊമാറ്റോയും ഒനിയൻ പീസസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഈ ഗാർണിഷ് ചെയ്തതിൻ്റെ പുറമെ നമ്മൾ ടൊമാറ്റോയിലും ഒനിയനിലും എല്ലാത്തിനും കൂടി ഒരു നാരങ്ങയും നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്നും വേറെ ഒരു കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഫിഷ് ഫ്രൈ ആണ് നമ്മളിവിടെ റെസിപ്പിയാണ്. നമ്മൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്താണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫിഷ് ഫ്രൈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സിമ്പിളായിട്ട് തോന്നിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് ഓൾട്ടറേഷനൊക്കെ ഈ റെസിപ്പിയിൽ വരുത്തിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഫിഷ് ഫ്രൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിപ്പൊടിയുടെ കാര്യമാണെങ്കിലും മറ്റേ എന്താണ് ഫിഷ് കട്ട് ചെയ്യണതിൻ്റെ കാര്യത്തിലാണെങ്കിലും മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടിക്ക് പകരം മുളക് പൊടി ചേർക്കേണ്ട കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് അത് മാറ്റി അവരവരുടെ ഇഷ്ടത്തിന് നമുക്ക് റെസിപ്പി ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ രീതിയിലൊരു ഫിഷ് ഫ്രൈ റെസിപ്പി ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ ഫ്രൈ ചെയ്യാൻ നേരത്തെ നമ്മൾ മസാലയുടെ കൂടെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തെങ്കിലും നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡിഷായിട്ട് മാറ്റി നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ആ ഫ്രൈയുടെ പുറമേ നമ്മൾ ലൈം ജ്യൂസ് ആഡ് ചെയ്യണതും നല്ലതായിട്ടിരിക്കും. ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കും ലെമൺ ജ്യൂസ് എപ്പോഴും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.